ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഒരു ചിത്രം വരക്കാൻ പഠിക്കാം. അതായത് തമ്മിൽ കണ്ടിട്ടുണ്ടാവില്ല എല്ലാവരും. എത്ര വരക്കാൻ അറിയാത്ത ആൾക്കും വരക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കും വരക്കാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ പ്രിയപ്പെട്ട ആൾക്കാർക്കൊക്കെ ബർത്ത്ഡേ ടൈമിൽ നല്ല അടിപൊളിയായിട്ട് ചിത്രം വരച്ചു കൊടുക്കണം, ഒരു സർപ്രൈസ് ആക്കണം എന്നുള്ള പൂതിയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ. അപ്പൊ അവർക്ക് വരക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ കുറച്ച് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്ത് നോക്കാട്ടോ. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് A4 സൈസിന്റെ സ്കെച്ച് ബുക്ക് ബ്രസ്റ്റർ ആണ് കമ്പനി വരുന്നത്. പിന്നെ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഐവറി ഷീറ്റ് ആയിരിക്കും നല്ലത്. അത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചുള്ള പേപ്പറേക്ക് നമുക്ക് കിട്ടും. കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഒരു ഫോട്ടോ വരച്ചിരുന്നു. അതായത് ഇതിപ്പോ ആര് വരച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നെയ്മറിന് തന്നെ വരച്ചത്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഗ്രിഡ് മെത്തേഡ് ആണ്. ആ ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്യാൻ ഇതിലൊരു ആപ്പ് ഉണ്ട്. പ്ലേ സ്റ്റോറിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രിഡ് ആർട്ടിസ്റ്റ് എന്നൊരു ആപ്പ്. അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതേപോലെ കിട്ടും. എന്നിട്ട് അതിൽ നമ്മൾ ന്യൂ പ്രോജക്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഹൊറിസോണ്ടലാണോ വെർട്ടിക്കലാണോ ഏത് വേണ്ടതെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് A4 സൈസ് കൊടുക്കുക. പിന്നെ അതിന്റെ അടിയിലുണ്ടാവും 15mm എന്ന് കൊടുത്തിട്ട് അത് നമ്മൾ 10mm ആക്കി കൊടുക്കും. നമുക്ക് ഇതേപോലെ ഒരു ഗ്രിഡ് കിട്ടും. അതായത് നമ്മൾ ഫോട്ടോയിൽ ഗ്രിഡ് വെച്ചിട്ട് കിട്ടും. ആ ഗ്രിഡ് അതേപോലെ തന്നെ നമ്മൾ പേപ്പറിൽ വരച്ചെടുക്കാം. അത് എത്ര സെന്റിമീറ്റർ ആണെന്ന് വെച്ചാൽ എല്ലാം 1 സെന്റിമീറ്റർ വെച്ചിട്ടാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. പിന്നെ അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും 1 2 3 4 എന്നും പിന്നെ മേലെ ABCD എന്നൊക്കെ ആയിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഓരോ കോളത്തിലും ഓരോ നമ്പർ കോളത്തിലും ഓരോ സൈഡ് ഇപ്പൊ കണ്ണായാലും മൂക്കായാലും എല്ലാം ഓരോ കോളത്തിലുണ്ടാവും. അത് നോക്കിയിട്ട് അങ്ങോട്ട് വരച്ചെടുക്കാം. അപ്പൊ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റൊന്നുമില്ല. കാരണം നമുക്ക് സൈസും കാര്യങ്ങളൊക്കെ മര്യാദ. ഞാൻ ഇവിടെ വരക്കണത് ഒരു ഫുട്ബോൾ പ്ലെയർ ആണ്. അതായത് പോർച്ചുഗലിലൊക്കെ കളിച്ചിരുന്ന ഡിയാഗോ ജോട്ട എന്ന് പറയും. അതായത് പോർച്ചുഗൽ പ്ലെയർ ആണ്. അപ്പൊ ഞാൻ വരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ഇവിടെ ഐബ്രോ ആണ് വരക്കണം കേട്ടോ. അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ ആ ഗ്രിഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതനുസരിച്ച് വരച്ചാൽ മതി കേട്ടോ. ഞാനിത് വരക്കാൻ തുടങ്ങിയത് തന്നെ കൊറോണ ടൈമിലാണ്. ചെറുപ്പത്തിൽ കുറച്ചൊക്കെ വരക്കെങ്കിലും ഞാൻ കുറച്ചും കൂടെ വരക്കാൻ തുടങ്ങിയത് നമ്മൾ കൊറോണ ടൈമിൽ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴാണ്. അന്ന് ആർക്കും ഒരു പണിയില്ലാണ്ട് വീട്ടിലിരിക്കുക ല്ലേ. അപ്പൊ ഫോൺ നോക്കി ഇരിക്കുന്ന ടൈമിലാണ് ഞാൻ യൂട്യൂബിൽ ഇതേപോലെ ഒരു ക്ലാസ് കണ്ടിട്ടാണ് ഞാനും വരക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായെങ്കിലും വരച്ച് സെറ്റ് ആവാതൊക്കെ ഇരുന്നെങ്കിലും ഇപ്പൊ കുറച്ചൊക്കെ സെറ്റായി. പ്രാക്ടീസ് മേക്ക് യു പെർഫെക്റ്റ് എന്നല്ലേ, അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ സെറ്റ് ആയതാണ്. പിന്നെ ആദ്യം ഞാൻ വരക്കാൻ തുടങ്ങിയ ഫോട്ടോ ആണ് മെസ്സിന്റെ ഫോട്ടോ ആണ്. ആദ്യം ഞാൻ വരക്കാൻ പഠിച്ച ഫോട്ടോ മെസ്സിന്റെ. പിന്നെ മെല്ലെ 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 അങ്ങനെ വരക്കാൻ തുടങ്ങി. ആദ്യം ഞാൻ ഫ്രീ ആയിട്ട് വരച്ചു കൊടുക്കായിരുന്നു. പിന്നെ പെയ്ഡ് വർക്ക് എടുക്കാൻ തുടങ്ങി. അങ്ങനെ കണ്ണ് രണ്ടും വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് മൂക്ക് വരച്ചു കൊടുക്കാം. മൂക്ക് വരച്ചു കൊടുക്കുമ്പോൾ കണ്ടില്ലേ, സൈസ് ഓരോ അനുസരിച്ച് നമുക്ക് അവിടെ കിട്ടും. അപ്പൊ നമുക്ക് എളുപ്പമാണ് വരക്കാൻ. പിന്നെ ഇതൊരു ഇറേസർ ആണ്. ഇത് ഒരു മോണോസീറോ ഇറേസർ ആണ്. അതായത് കുറച്ച് ആർട്ടിസ്റ്റൊക്കെ ആയ ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന ഇറേസർ ആണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇത് നമുക്ക് നമ്മളെ ഫോട്ടോയിലൊക്കെ ഹൈലൈറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിൽ പറ്റുന്ന ഒരു ഇറേസർ ആണ്. മൂക്ക് വരച്ചതിന് ഇനി നമുക്ക് അടുത്തത് പല്ല് വരക്കാം. എനിക്ക് ഏറ്റവും ടഫായി തോന്നിയ സംഭവമാണ് ഈ പല്ല് വരക്കല്. ഞാൻ വരച്ച ശരിയാവേ ഇല്ല. എത്ര വരച്ചാലും ഞാൻ ശരിയാവൂല. എന്നിട്ട് മല്ലേ നോക്കിയും കണ്ടൊക്കെയാണ് ഞാൻ പല്ല് വരക്കാറ്. പെയ്ഡ് വർക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ പല്ല് ഉള്ള ഫോട്ടോസ് അങ്ങനെ എടുക്കാറില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ വരച്ച ശരിയാവൂല എന്നറിയാം. പിന്നെ അവരെ ഫോട്ടോ കൊളാക്കണ്ടല്ലോ. അങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീശയും താടിയും എല്ലാം കൂടി അങ്ങനെ വരച്ചു. അത് കഴിഞ്ഞ് ഇനി ഹെയർ വരച്ചു കൊടുക്കാം. ഹെയർ, ചെവി എല്ലാം കൂടി വരച്ചു കൊടുത്തിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊരു ജേഴ്സി കാര്യങ്ങളൊക്കെ ഡ്രസ്സൊക്കെ വരച്ചു കൊടുത്താല് നമ്മളെ ഔട്ട്ലൈന് സെറ്റ്. ഞാൻ ഈ വരക്കണത് ഒരു പോർച്ചുഗൽ പ്ലെയർ ആണ്. അതായത് മുൻ പ്ലെയർ ആണ്. അദ്ദേഹം ഇപ്പൊ മരിച്ചു പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈ 3-നാണ് അദ്ദേഹം മരിച്ചുപോയെന്ന് തോന്നുന്നു. പേര് ഡിയാഗോ ജോട്ട എന്നാണ്. ഇനിയിപ്പോ നാളെ ജൂലൈ 3 അപ്പൊ അദ്ദേഹത്തിന്റെ മരണ ദിവസമായോണ്ട് തന്നെ അന്ന് വരക്കണം തോന്നി. പിന്നെ നമുക്ക് ജേഴ്സിന്റെ ലോഗവും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു ലോഗോ വരക്കണമെങ്കിലും വേറൊരു ലോഗോ ഉണ്ട്. അതെനിക്ക് വരക്കാനേ കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വരച്ചു കൊടുത്തിട്ടില്ല. കാരണം ഈ ഒരു സംഭവമാണ് ഭയങ്കര ടഫാണ്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഭയങ്കര ടഫല്ല, പക്ഷെ വരച്ചാൽ ശരിയാവില്ല എന്നൊരു ഇത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വരച്ചു കൊടുത്തില്ല. ആദ്യമൊക്കെ ഞാൻ നല്ലോണം കണ്ടിന്യൂസ് ആയിട്ട് വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങോട്ട് മടി പിടിച്ച്. അങ്ങനെ കുറെ ദിവസം മടി പിടിച്ചിരുന്നു. വരയൊന്നും ഉണ്ടായില്ല. പിന്നെ ഹാമർ വർക്ക് തുടങ്ങി. അത് അങ്ങോട്ട് കണ്ടിന്യൂസ് ആക്കി. പിന്നെയും തുടങ്ങി ഈ വര. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പെയ്ഡ് വർക്ക് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ വരച്ചു കൊടുക്കുന്നല്ലാണ്ട് വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ വരക്കൊന്നുമില്ല. നമ്മൾ വരച്ചിട്ട് സർപ്രൈസ് കൊടുക്കുമ്പോൾ ഒരു എക്സ്പ്രഷൻ കാണാനും ഭയങ്കര ഇതൊക്കെ കാണാൻ നല്ല രസമാണ്. ഞാൻ അങ്ങനെ ഒരുപാട് പേർക്ക് അങ്ങനെ വരച്ച് സർപ്രൈസ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്റെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തവർക്ക് അറിയാം, ഞാൻ ഇങ്ങനെ വരച്ചിട്ട് കൊടുക്കാറൊക്കെ ഉണ്ട്. കുറച്ച് ആൾക്കാർക്ക് സർപ്രൈസ് ചെയ്ത് കൊടുത്ത വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒരുപാട് മെസ്സിന്റെ ഞാൻ കൂടുതൽ വരച്ച ചിത്രം 1 2 3 4 പ്രാവശ്യം ഞാൻ വരച്ചിരുന്നു. അങ്ങനെ ഞാൻ വരച്ച് സെറ്റായി. ഞാൻ ഇതിൽ പെൻസിൽ കളറാണ് പെൻസിൽ കളർ യൂസ് ചെയ്യുന്നില്ല. പെൻസിൽസ് ആണ് യൂസ് ചെയ്യണത്. അതായത് HB 2B 4B എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പെൻസിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് യൂസ് ചെയ്യണത്. ഇത് ഞാൻ നെയ്മറിന്റെ പോർട്രേറ്റ് ആണ് മുമ്പ് വരച്ചത്. ഞാൻ കളർ പെൻസിലോടാണ് വരച്ചത്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഫുൾ ആയിട്ട് സെറ്റ് ആയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വരക്കാൻ ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ ഞാൻ പെൻസിൽ തന്നെ യൂസ് ചെയ്യും. ഞാൻ ആദ്യമായിട്ടാണ് ഈ പെൻസിൽ കളർ യൂസ് ചെയ്യണത്. അതാണ് ആ നെയ്മറിന്റെ പോർട്രേറ്റ്. അങ്ങനെ ആയിപ്പോയത്. ഇനി എക്സ്പീരിയൻസ് ആകുമ്പോൾ അത് സെറ്റ് ആയിക്കോളും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.